നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വരവൂരിൽ സർക്കാർ സ്കൂളിലെ അധ്യാപകൻ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യൽ സയൻസ് അധ്യാപകനായ മണികണ്ഠനാണ് 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ മർദ്ദിച്ചത്. വിഷയത്തിൽ ഇടപെട്ട് വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ. സംഭവം അന്വേഷിച്ച് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ വകുപ്പ് സെക്രട്ടറിക്കും തൃശൂർ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർക്കും മന്ത്രി നിർദ്ദേശം നൽകി. വടക്കേക്കാട് നായരങ്ങാടി പാലത്തിങ്കൽ ജ്വല്ലറിയിൽ മോഷണശ്രമം. പിൻവശത്തെ ചുമർ തുറന്ന് മോഷ്ടാവ് അകത്ത് കയറിയെങ്കിലും ലോക്കറിലെ അലാം ശബ്ദിച്ചതിനെ തുടർന്ന് ഓടി രക്ഷപ്പെട്ടു. നിരീക്ഷണ ക്യാമറകളിലെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതം. കടവല്ലൂർ കൊരട്ടിക്കരയിൽ KSRTC ബസ്സിൽ ബൈക്കിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കല്ലുംപുറം സ്വദേശി ചീരൻ വീട്ടിൽ മോഹൻ മകൻ 32 വയസ്സുള്ള റോബിനാണ് മരിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏകാദശിയോടനുബന്ധിച്ച് നടത്തുന്ന കോടതി വിളക്ക് എന്ന ചടങ്ങിന് കൂടുതൽ അനുയോജ്യമായ മറ്റൊരു പേര് നൽകുന്നത് പരിഗണിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. കോടതി വിളക്ക് എന്ന പേര് മതാചാരപരമായ ഒരു ചടങ്ങിനുണ്ടാകുന്നത് നീതിന്യായ സംവിധാനത്തിന് പങ്കുണ്ടെന്ന തെറ്റായ ധാരണ പൊതുജനങ്ങളിൽ ഉണ്ടാക്കാൻ ഇടയാക്കുമെന്ന നിരീക്ഷണത്തിലാണ് കോടതി നടപടി. പഴഞ്ഞി ചിറക്കൽ സെന്ററിൽ മധ്യവയസ്കന് ക്രൂരമർദ്ദനം. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ചിറക്കൽ സ്വദേശി 50 വയസ്സുള്ള വനജനെയാണ് പ്രദേശവാസിയായ വിബീഷ് എന്ന യുവാവ് മർദ്ദിച്ചത്. പോലീസ് അന്വേഷണം ഊർജിതം. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ 15 നോമ്പും ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളും ഓഗസ്റ്റ് 1 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിലായി ആചരിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവാലയ കമ്മിറ്റി ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. വരവൂരിൽ സർക്കാർ സ്കൂളിലെ അധ്യാപകൻ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യൽ സയൻസ് അധ്യാപകനായ മണികണ്ഠനാണ് 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ മർദ്ദിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയോടെ സമൂഹമാധ്യമങ്ങളിലൂടെയാണ് സംഭവം പുറം ലോകമറിഞ്ഞത്. ദൃശ്യങ്ങൾ ക്ലാസ്സിലെ മറ്റൊരു കുട്ടി മൊബൈലിൽ പകർത്തിയതാണ്. അന്ധാധ്യാപകനായ മണികണ്ഠൻ കഴിഞ്ഞ 18 വർഷമായി സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ വെച്ച് പേനയുടെ മൂടി താഴെ വീണതെടുക്കാനായി ഡെസ്കിന് മുകളിലൂടെ നോക്കിയതിനാണ് വിദ്യാർത്ഥിയെ വിളിച്ചു നിർത്തി ക്രൂരമായി മർദ്ദിച്ചതെന്ന് കുട്ടിയുടെ പിതാവ് ബാബു പറയുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ദൃശ്യം പ്രചരിച്ചപ്പോഴാണ് ബാബു സംഭവം അറിയുന്നത്. അധ്യാപകൻ മറ്റ് വിദ്യാർത്ഥികളോടും വലിയ ദേഷ്യത്തിലാണ് ഇതിനു മുമ്പും പെരുമാറാറുള്ളതെന്നും പറയുന്നു. സംഭവത്തിൽ സ്കൂൾ പ്രധാനാധ്യാപകനും ചൈൽഡ് ഹെൽപ്പ് ലൈനിലും ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയിട്ടുണ്ട്. വരവൂരിൽ വിദ്യാർത്ഥിയെ അധ്യാപകൻ തല്ലുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഇടപെട്ട് വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ. അന്വേഷിച്ച് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ വകുപ്പ് സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. തൃശൂർ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോടും വിഷയം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കുട്ടിയെ ക്രൂരമായി അധ്യാപകൻ മർദ്ദിച്ച സംഭവം ഉണ്ടായത്. വടക്കേക്കാട് നായരങ്ങാടി പാലത്തിങ്കൽ ജ്വല്ലറിയിൽ മോഷണശ്രമം. പിൻവശത്തെ ചുമർ തുറന്ന് മോഷ്ടാവ് അകത്ത് കയറിയെങ്കിലും ലോക്കറിലെ അലാം ശബ്ദിച്ചതിനെ തുടർന്ന് ഓടി രക്ഷപ്പെട്ടു. വ്യാഴാഴ്ച പുലർച്ചെയാണ് സംഭവം. ജ്വല്ലറിയുടെ ലോക്കർ റൂമിന്റെ പിറകുഭാഗത്തുള്ള ചുമരാണ് മോഷ്ടാവ് ഒരാൾക്ക് കടക്കാനുള്ള വലിപ്പത്തിൽ തുറന്നിട്ടുള്ളത്.
പുലർച്ചെ 2:30 ശബ്ദം കേട്ടതിനെ തുടർന്ന് നാട്ടുകാർ ജ്വല്ലറി ഉടമയെ അറിയിക്കുകയും ഉടമ മൊബൈലിൽ ജ്വല്ലറിയിലെ ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും സംശയാസ്പദമായി ഒന്നും കാണാത്തതിനെ തുടർന്ന് സംഭവം കാര്യമാക്കിയിരുന്നില്ല. പിന്നീട് അലാം ശബ്ദിച്ചപ്പോഴാണ് പരിശോധന നടത്തിയതും മോഷണശ്രമം ശ്രദ്ധയിൽപ്പെട്ടതെന്നും പറയുന്നു. തുടർന്ന് വടക്കേക്കാട് പോലീസിൽ വിവരമറിയിച്ചു. ഉടനെ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിലും മുഖംമൂടി ധരിച്ചിട്ടുള്ളതിനാൽ ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ജ്വല്ലറിയിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നെങ്കിലും ചുമർ തുറന്ന ഭാഗം ഉൾപ്പെടുന്ന രീതിയിലുള്ള ക്യാമറ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതു മനസ്സിലാക്കിയാണ് മോഷണശ്രമം നടത്തിയിട്ടുള്ളതെന്ന് കരുതുന്നു. പിന്നീട് നടത്തിയ പരിശോധനയിൽ ചുമർ തുറക്കാൻ ഉപയോഗിച്ചിരുന്ന സാധന സാമഗ്രികൾ പോലീസിന് ലഭിച്ചു. ഗുരുവായൂർ ACP വി സുരേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. അതേസമയം പോലീസിന്റെ ഭാഗത്തുനിന്ന് കർശനമായ പരിശോധന നടത്തുകയും മോഷ്ടാവിനെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്നും പ്രദേശത്ത് പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റും ഗുരുവായൂർ നിയോജകമണ്ഡലം ചെയർമാനുമായ ലൂക്കോസ് തലക്കോട്ടൂർ ആവശ്യപ്പെട്ടു. കടവല്ലൂർ കൊരട്ടിക്കരയിൽ KSRTC ബസ്സിൽ ബൈക്കിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കലമ്പുറം സ്വദേശി ചീരൻ വീട്ടിൽ മോഹൻ മകൻ 32 വയസ്സുള്ള റോബിനാണ് മരിച്ചത്. ജൂലൈ 15 വൈകിട്ട് സംസ്ഥാന പാതയിൽ കൊരട്ടിക്കര പ്രിയദർശിനി ബസ് സ്റ്റോപ്പിന് സമീപമാണ് അപകടമുണ്ടായത്. കുന്നംകുളം ഭാഗത്തുനിന്ന് ചങ്ങരംകുളം ഭാഗത്തേക്ക് സഞ്ചരിച്ചിരുന്ന കാറിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ റോബിൻ സഞ്ചരിച്ചിരുന്ന ബൈക്ക് എതിർദിശയിൽ വന്ന കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് പോകുകയായിരുന്ന KSRTC ലോ ഫ്ലോർ ബസ്സിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ റോബിനെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ചികിത്സയിൽ കഴിയുന്നതിനിടെ വ്യാഴാഴ്ച രാവിലെയാണ് മരണം സംഭവിച്ചത്. ജില്ലി മാതാവും റക്സി ഭാര്യയുമാണ്. ലിബിൻ, മെബിൻ എന്നിവർ സഹോദരങ്ങളാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏകാദശിയോടനുബന്ധിച്ചു നടത്തുന്ന കോടതി വിളക്ക് എന്ന ചടങ്ങിന് കൂടുതൽ അനുയോജ്യമായ മറ്റൊരു പേര് നൽകുന്നത് പരിഗണിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. ബന്ധപ്പെട്ട എല്ലാ കക്ഷികളെയും കേട്ട ശേഷം 3 മാസത്തിനകം വിഷയം പരിശോധിച്ച് തീരുമാനമെടുക്കാൻ ഗുരുവായൂർ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റിയോട് ജസ്റ്റിസ് വി രാജ വിജയരാഘവൻ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരുൾപ്പെട്ട ദേവസ്വം ബെഞ്ച് ഉത്തരവിട്ടു. കോടതി വിളക്ക് എന്ന പേര് മതാചാരപരമായ ഒരു ചടങ്ങിനുണ്ടാകുന്നത് നീതിന്യായ സംവിധാനത്തിന് പങ്കുണ്ടെന്ന തെറ്റായ ധാരണ പൊതുജനങ്ങളിൽ ഉണ്ടാക്കാൻ ഇടയാക്കുമെന്ന നിരീക്ഷണത്തിലാണ് കോടതി നടപടി. ജുഡീഷ്യറിയുടെ സ്ഥാപനപരമായ നിഷ്പക്ഷത നിലനിർത്താൻ അനുയോജ്യമായ മറ്റു പേരുകൾ പരിഗണിക്കുന്നതാണ് ഉചിതമെന്ന് കോടതി വിലയിരുത്തി. അതേസമയം വിളക്ക് വഴിപാട് നടത്തുന്നതിന് ഭരണഘടനാപരമായ തടസ്സങ്ങൾ ഒന്നുമില്ലെന്നും അത് നിരോധിക്കേണ്ടതില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ചാവക്കാട് കോടതിയിലെ അഭിഭാഷകരും ജീവനക്കാരുമാണ് വർഷങ്ങളായി ഈ ചടങ്ങ് നടത്തുന്നത്. ഇതിൽ ജുഡീഷ്യൽ ഓഫീസർമാർ നിർബന്ധമായും പങ്കെടുക്കണമെന്ന് വ്യവസ്ഥയില്ലെന്നും കോടതി നിരീക്ഷിച്ചു. കേരളത്തിന്റെ ഉള്ളുലച്ച മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇന്ന് 2 ആണ്ട് തികയുന്നു. ഭീതിയുടെയും കണ്ണീരിന്റെയും മരവിപ്പുകൾ ബാക്കി വെച്ച മഹാദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകളോടെ അതിജീവനം തുടരുകയാണ് ഒരു ജനത. നാട് നടുങ്ങിയ ഉരുൾപൊട്ടൽ സംഭവിച്ച് 2 ആണ്ട് തികഞ്ഞെങ്കിലും മണ്ണിൽ മറഞ്ഞ ഉറ്റവരുടെ ഓർമ്മകളിൽ കണ്ണീർ പൊഴിക്കുകയാണ് മുണ്ടക്കൈ ചൂരൽമല നിവാസികൾ. 2024 ജൂലൈ 30 പുലർച്ചെയാണ് വെള്ളരിമലയുടെ ഒരു ഭാഗം ഉരുൾപൊട്ടി ഒരു നാടിനുമീതെ പതിച്ചത്. സർവ്വതും തകർത്തെറിഞ്ഞ പ്രകൃതിയുടെ സംഹാരതാണ്ഡവം ഒരു പ്രദേശത്തെ അപ്പാടെ ഭൂപടത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കി. 298 പേരാണ് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചതെന്നാണ് ഔദ്യോഗിക കണക്ക്. കാണാതായ 32 പേരെ കൂടി പിന്നീട് മരിച്ചതായി സർക്കാർ പ്രഖ്യാപിക്കുകയായിരുന്നു. ദുരന്തത്തിൽ 400ഓളം പേർക്കാണ് പരിക്കേറ്റത്. 8600 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ നാശം വിതച്ച ദുരന്തം ഒരു ജനതയുടെ വീടും നാടും മേൽവിലാസവും പൂർണ്ണമായി കവർന്നെടുത്തു. 100 കണക്കിന് കുടുംബങ്ങൾക്ക് ഒറ്റ രാത്രി കൊണ്ട് വീടും ബന്ധുക്കളും ജീവിത സമ്പാദ്യവും നഷ്ടമായി. ഒരു നിമിഷാർദ്ധത്തിൽ ഭൂമുഖത്തുനിന്ന് അപ്രത്യക്ഷമായ മനുഷ്യരുടെ ഓർമ്മയിൽ ശേഷിച്ച മനുഷ്യർ ഒത്തുചേർന്നു. പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ ഇന്ന് അനുസ്മരണവും സർവമത പ്രാർത്ഥനയും സംഘടിപ്പിച്ചു. വിട്ടുപിരിഞ്ഞവരുടെ ചിത്രങ്ങൾക്ക് മുമ്പിൽ നിറകണ്ണുകളോടെ പുഷ്പങ്ങളർപ്പിച്ച പലരും പൊട്ടിക്കരഞ്ഞു. നടുക്കം വിട്ടുമാറാത്ത പലർക്കും സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു. അതേസമയം ദുരന്തം നടന്ന് 2 വർഷമാകുമ്പോഴും ദുരന്തബാധിതരുടെ പുനരധിവാസം ഇനിയും പൂർത്തിയായിട്ടില്ല. കൽപ്പറ്റയിൽ സർക്കാർ പണിയുന്ന ടൗൺഷിപ്പിലെ 178 വീടുകളിൽ 180ലും അതിജീവിതർ താമസം തുടങ്ങി. 5 സോണുകളിലായി ആകെ 410 വീടുകളാണ് ഇവിടെ നിർമ്മിക്കുന്നത്. ടൗൺഷിപ്പിന്റെ തുടർ നിർമ്മാണ പ്രവൃത്തികൾ ഇഴയുകയാണ്. 2-3 ലിസ്റ്റിലുള്ളവർ ഇന്നും വാടക വീടുകളിലാണ് താമസിക്കുന്നത്.
മുണ്ടക്കൈ, പടവെട്ടി, അട്ടമല പ്രദേശങ്ങളിലെ 60-ലധികം കുടുംബങ്ങൾ പുനരധിവാസ ഗുണഭോക്തൃ പട്ടികയ്ക്ക് പുറത്താണ്. മുഴുവൻ ബാങ്ക് വായ്പകളും എഴുതിത്തള്ളണമെന്ന ദുരന്തബാധിതരുടെ ആവശ്യവും നടപ്പിലായിട്ടില്ല. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ യുവാവിന് 3 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും ശിക്ഷ. കാസർഗോഡ് മടിക്കൈ സ്വദേശി 24 വയസ്സുള്ള മുഹമ്മദ് സജീറിനെയാണ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജ് സുരേഷ് കുമാർ ശിക്ഷിച്ചത്. 2021 ജൂണിലാണ് കേസിനാസ്പദമായ സംഭവം. പെൺകുട്ടിയെ കാണാതായതിനെ തുടർന്ന് സഹോദരൻ നൽകിയ പരാതിയിൽ വാടാനപ്പള്ളി SI വിവേക് നാരായണൻ FIR രജിസ്റ്റർ ചെയ്യുകയും കൊടുങ്ങല്ലൂർ DYSP NS സലീഷ് തുടരന്വേഷണം നടത്തി അന്വേഷണം പൂർത്തിയാക്കുകയുമായിരുന്നു. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് C നിഷ എന്നിവർ ഹാജരായി. പഴഞ്ഞി ചിറക്കൽ സെന്ററിൽ മധ്യവയസ്കന് ക്രൂരമർദ്ദനം. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ചിറക്കൽ സ്വദേശി 50 വയസ്സുള്ള വനജനെയാണ് പ്രദേശവാസിയായ വിബീഷ് എന്ന യുവാവ് മർദ്ദിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5ഓടെയായിരുന്നു സംഭവം. ബൈക്കിലിരിക്കുകയായിരുന്ന വനജനെ വിബീഷ് മുഖത്തുൾപ്പെടെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇവർക്കിടയിൽ വർഷങ്ങളായി വൈരാഗ്യം നിലനിന്നിരുന്നു എന്ന് പറയപ്പെടുന്നു. മർദ്ദനത്തിൽ തലയ്ക്ക് പരിക്കേറ്റ വനജൻ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കുന്നംകുളം കാണിപ്പയ്യൂരിൽ 3 കാറുകൾ ഒന്നിനു പിറകെ ഒന്നായി കൂട്ടിയിടിച്ച് അപകടം. അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെങ്കിലും 3 വാഹനങ്ങൾക്കും ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു. ബുധനാഴ്ച രാവിലെയായിരുന്നു സംഭവം. തൃശൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന ടാക്സി കാർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതാണ് അപകടത്തിന് കാരണമായത്. ഇതോടെ ടാക്സിക്ക് പിറകിൽ വന്ന 2 കാറുകളും കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് ഈ മേഖലയിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ 15 നോമ്പും ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളും ഓഗസ്റ്റ് 1 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിലായി ആചരിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദൈവമാതാവിന്റെ നാമത്തിൽ സ്ഥാപിതമായതും എൽദോമാർ ബെസേലിയോസ് ബാവയുടെ അനുഗ്രഹീത മധ്യസ്ഥതയാൽ പ്രശസ്തിയാർജിച്ചതും പൗരാണികവുമായ സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയത്തിൽ മാതാവിന്റെ വാങ്ങിപ്പിനോടനുബന്ധിച്ചുള്ള 15 നോമ്പും ശൂനോയോ പെരുന്നാളും ഓഗസ്റ്റ് 1 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിലായിട്ടാണ് ആചരിക്കുക. ജൂലൈ 26 ഞായറാഴ്ച ശൂനായോ പെരുന്നാൾ കൊടിയേറ്റവും ജൂലൈ 28 തീയതി ചൊവ്വാഴ്ച മെത്രാഭിഷേക സ്ഥാനാരോഹണത്തിന്റെ 4ാം വാർഷികവും നടന്നിരുന്നു. മെത്രാപോലിത്തമാരുടെയും മലങ്കര സഭയിലെ വന്ധ്യവൈദിക ശ്രേഷ്ഠന്മാരുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ ഓഗസ്റ്റ് 1 മുതൽ 15 വരെ രാവിലെ 6 മണിക്ക് പ്രഭാത നമസ്കാരവും തുടർന്ന് വിശുദ്ധ കുർബാനയും മധ്യസ്ഥ പ്രാർത്ഥനയും നടക്കും. ബുധൻ വെള്ളി ദിവസങ്ങളിൽ ധ്യാനയോഗങ്ങളും എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് സന്ധ്യാനമസ്കാരവും ഒരുക്കിയിട്ടുണ്ട്. രാവിലെയും വൈകിട്ടും ഭക്ഷണവും സജ്ജമാക്കിയിട്ടുണ്ട്. എല്ലാ ശുശ്രൂഷകളുടെയും തത്സമയ സംപ്രേഷണം മീഡിയ വിങ് വഴി നടക്കും. നോമ്പനുഷ്ഠാനത്തിലും ധ്യാനത്തിലും പെരുന്നാൾ ആചരണത്തിലും പങ്കെടുക്കുന്നവർക്കായി വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളതായി വികാരി ഫാദർ ഗീവർഗീസ് ജോൺസൺ, സഹവികാരി ഫാദർ എൽദോ സാജു, സെക്രട്ടറി ജെയ്സൺ ചീരൻ എന്നിവർ അറിയിച്ചു. പഴഞ്ഞി പെരുന്നാൾ എന്ന് പറയുമ്പോൾ സാധാരണ വാദ്യമേളങ്ങളും ഘോഷങ്ങളൊക്കെയാണ് കൂടുതൽ പ്രാമുഖ്യം എന്ന് പറഞ്ഞാൽ ആരാധനയോടൊപ്പം. പക്ഷെ ഈ ശുശ്രൂഷകൾക്കൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള വാദ്യഘോഷങ്ങളും ഇല്ല. തികച്ചും ആരാധനപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ദിവസങ്ങൾ ഈ പെരുന്നാളിന്റെ ശുശ്രൂഷകൾക്കുള്ളത് എന്നുള്ള വലിയൊരു സന്ദേശം കൂടെ, പ്രത്യേകത കൂടെ ഈ പെരുന്നാളിനുണ്ട് എന്നുള്ളതാണ്. അതായത് 6 മണി 6:45 കൂടി സന്ധ്യാനമസ്കാരം കഴിഞ്ഞ് അല്ലെങ്കിൽ 6:45 6:7 കൂടി തീർന്ന് ഒരു അരമണിക്കൂർ വചനപ്രഘോഷണം എല്ലാം 7:30 മണിക്ക് ഉള്ളിൽ എല്ലാം തീരാവുന്ന രീതിയിൽ ക്രമീകരിക്കുന്നു. അത് കഴിഞ്ഞ് വന്നിട്ടുള്ള എല്ലാവർക്കും ഭക്ഷണം, രാത്രി ഭക്ഷണം 2 നേരവും ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ദില്ലിയിലെ AKG ഭവനിൽ അതിക്രമിച്ചു കയറി SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച പോലീസ് നടപടിക്കെതിരെ CPM ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. തുടർന്നു ചേർന്ന യോഗം CPM ഏരിയ സെക്രട്ടറി TT ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. മാലിക്കുളം അബ്ബാസ് അധ്യക്ഷനായി. NK അക്ബർ MLA, AD ധനീപ്, AA മഹേന്ദ്രൻ, KH സലാം, KM അലി എന്നിവർ സംസാരിച്ചു. MR രാധാകൃഷ്ണൻ സ്വാഗതവും PS അശോകൻ നന്ദിയും പറഞ്ഞു. NSS തലപ്പള്ളി താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ ഗുരുപൂർണിമ ദിനം ആചരിച്ചു. NSS ഡയറക്ടർ ബോർഡ് മെമ്പറും യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് P ഋഷികേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ആധ്യാത്മിക പ്രഭാഷകനും വാൽമീകി രാമായണ നവാഹ യജ്ഞാചാര്യനുമായ
OS സതീഷ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി S ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു. യൂണിയൻ ഓഡിറ്റോറിയത്തിൽ പ്രത്യേകമായി തയ്യാറാക്കിയ 2 വേദികളിലായി ഒരേ സമയം 3000-ൽ പരം കരയോഗാംഗങ്ങൾ ഹരിനാമ കീർത്തനം ആലപിച്ചു. യൂണിയൻ ഭരണസമിതി അംഗങ്ങൾ, പ്രതിനിധി സഭാംഗങ്ങൾ, വനിതാ യൂണിയൻ ഭാരവാഹികൾ, ഇൻസ്പെക്ടർ N രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ഹരിനാമ കീർത്തനാലാപനത്തിൽ പങ്കെടുത്ത എല്ലാ അംഗങ്ങൾക്കും പ്രസാദവും വിതരണം ചെയ്തു. ഈ ലോകത്ത് മാനവരാശിക്ക് മുന്നോട്ടു പോകാൻ വീട്ടുമുറ്റങ്ങൾ സാംസ്കാരിക കേന്ദ്രങ്ങളാക്കി മാറ്റണമെന്ന് കവി ആലങ്കോട് ലീലാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. ഷബീർ അണ്ടത്തോടിന്റെ 14ാമത് പുസ്തകം ചിലതരം ചിലന്തികൾ എന്ന സൂക്ഷ്മ കവിതകൾ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അണ്ടത്തോട് ഷബീറിന്റെ വസതിയിൽ നടത്തിയ പരിപാടിയിൽ മുഹമ്മദ് വെളിയത്ത് പുസ്തകം ഏറ്റുവാങ്ങി. ഹക്കീം വെളിയത്ത് ഷബീറിന്റെ കാവ്യലോകം ലഘുനിരീക്ഷണം നടത്തി. പ്രസാദ് കാക്കശ്ശേരി പുസ്തക പരിചയം നടത്തിയ വേദിയിൽ KV മുഹമ്മദ് ഫൈസി പുറങ്ങ് അധ്യക്ഷത വഹിച്ചു. മമ്മൂക്കടിക്കാട്, വി മായിൻകുട്ടി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. അലി കണ്ണത്തയിൽ, CB റഷീദ് മൗലവി, VM മുഹമ്മദ് അലി, റീന നടുവിൽപ്പാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ഷബീർ അണ്ടത്തോട് മറുപടി പ്രസംഗം നടത്തി. 10 വർഷത്തോളം വിദേശ ജീവിതം നയിച്ചിരുന്ന ഷബീർ 2009-ൽ 4 കവലയോളം ഭൂമി എന്ന ആദ്യ പുസ്തകം പുറത്തിറക്കി. തുടർന്ന് 16 വർഷം കൊണ്ട് 14 പുസ്തകങ്ങളാണ് അദ്ദേഹത്തിൻ്റെ തൂലികയിൽ നിന്ന് പിറവിയെടുത്തത്. ഇതിൽ 9 കവിതാ സമാഹാരങ്ങളും 5 പഠന പുസ്തകങ്ങളുമാണ് ഉള്ളത്. ചെറുപ്പം മുതൽ ലളിതഗാനങ്ങളും ഗസലുകളും മധു ഭക്തിഗാനങ്ങളടക്കം 1000-ൽ പരം ഗാനങ്ങൾ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. G വേണുഗോപാൽ, സുജാത, രാധിക തിലക് തുടങ്ങി പ്രശസ്തരായ ഗായകരും ഇദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ നിരവധി ആൽബങ്ങളിൽ ആലപിച്ചിട്ടുണ്ട്. നിരവധി മഹത്കൃതികളുടെ രചയിതാവായ K മൊയ്തു മുസ്ലിയാരുടെ 4ാം തലമുറയാണ് ഷബീർ അണ്ടത്തോട്. വീട്ടുമുറ്റങ്ങളൊക്കെ സംസ്കാര കേന്ദ്രങ്ങളാവണം. വീട്ടുമുറ്റത്ത് സദസ്സുകളുണ്ടാവണം. അയൽക്കാര് ഒന്നിച്ചിരിക്കണം. ജാതിയും മതവും വർണ്ണവും വർഗവും വ്യത്യാസമില്ലാതെ ഓരോ വീട്ടുമുറ്റത്തും അയൽപ്പക്കക്കാരൊക്കെ ഒരുമിച്ച് കൂടി കവിത എഴുതുകയോ പാട്ടുപാടുകയോ കൊച്ചു വർത്തമാനം പറയുകയോ വെറുതെ എന്തെങ്കിലും ഭക്ഷണം പങ്കുവെക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടല്ലാതെ മാനവരാശിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. കൊരട്ടിക്കര ഗവൺമെന്റ് UP സ്കൂളിൽ 3 ദിവസത്തെ ശാസ്ത്രമേളയ്ക്ക് തുടക്കമായി. സ്കൂൾ പ്രധാനാധ്യാപിക P ജിഷ മേള ഉദ്ഘാടനം ചെയ്തു. വ്യാഴം, വെള്ളി ദിവസങ്ങളിലായി ഗണിതശാസ്ത്രമേള, സാമൂഹ്യശാസ്ത്രമേളയും നടക്കും. അധ്യാപകരായ പാർവതി, ദീപ്തി, PTA, MPTA, SMC അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. പുന്നയൂർകുളം പരൂർ കുപ്പറവള്ളി GMLP സ്കൂളിൽ പരൂർ പ്രിയദർശിനി ചാരിറ്റി സെല്ലിൻ്റെയും ആറ്റുപുറം യൂത്ത് വിങ്ങിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ സ്കൂൾ ബാഗ് വിതരണം ചെയ്തു. പ്രിയദർശിനി ചാരിറ്റി സെൽ വൈസ് പ്രസിഡന്റ് മുസ്തഫ പരൂരിൻ്റെ അധ്യക്ഷതയിൽ 11ാം വാർഡ് മെമ്പറും പുന്നയൂർകുളം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ KP ധർമ്മൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. സുനീർ, മുഹമ്മദ്, ടിപ്പു ആറ്റുപുറം, ബക്കർ തോട്ടേക്കാടൻ, മുരളി പോലിയത്ത്, CM ഫാറൂഖ്, ഷിബു K മുഹമ്മദ്, നൌഫൽ തോട്ടേക്കാടൻ എന്നിവർ സംസാരിച്ചു. യൂത്ത് വിംഗ് പ്രസിഡന്റ് നാസിഫ് തോട്ടേക്കാടൻ സ്വാഗതവും PTA പ്രസിഡന്റ് ഫാറൂഖ് നന്ദിയും പറഞ്ഞു. മറ്റു ഭാരവാഹികൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തിരുവത്ര ശ്രീനാരായണ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ ഗുരുപൂർണിമ ആഘോഷം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ പ്രിയ മധു അധ്യക്ഷയായ ചടങ്ങിൽ സ്കൂൾ സെക്രട്ടറി TV വിശ്വനാഥൻ ദീപപ്രോജ്വലനം നടത്തി. പ്രശസ്ത അഷ്ടപതി കലാകാരൻ ഗുരുവായൂർ ജ്യോതിദാസിനെയും പുള്ളുവൻപാട്ട് കലാകാരൻ സുധർമ്മൻ ചൂണ്ടലിനെയും ഗുരുപൂജ നടത്തി ആദരിച്ചു. മാതൃസമിതി പ്രസിഡന്റ് രസ്ന ബിനോയ്, സെക്രട്ടറി അനീഷ ജിജേഷ് എന്നിവർ സംസാരിച്ചു. സ്കൂൾ കോർഡിനേറ്റർ ധന്യ, പ്രോഗ്രാം കൺവീനർമാരായ KB സബിത, നീതു രജീഷ് എന്നിവർ നേതൃത്വം നൽകി. മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ചു നടന്ന കർക്കടക മാസ പൗർണമി പൂജ ഭക്തിസാന്ദ്രമായി. ക്ഷേത്ര മേൽശാന്തി നിഖിലേഷ് നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പൂജയോടനുബന്ധിച്ച് കണ്ണകി മാതൃസമിതിയുടെ ലളിത സഹസ്രനാമാർച്ചനയുമുണ്ടായി. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിൽ വിദ്യാർത്ഥി കൗൺസിൽ തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നടന്നു. ജനാധിപത്യ രീതിയിൽ സംഘടിപ്പിച്ച തിരഞ്ഞെടുപ്പിൽ സ്കൂൾ ഹെഡ് ബോയിയായി മിയാസ് മുസ്തഫയും ഹെഡ് ഗേളായി നൈമ ഖാത്തൂനും തിരഞ്ഞെടുക്കപ്പെട്ടു. സെക്കൻഡറി വിഭാഗത്തെ നയിക്കുന്നതിനായി ഇഷാൻ മുഹമ്മദും സയാ സക്കറിയയും വിദ്യാർത്ഥികളുടെ പ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ടു.
ജനാധിപത്യത്തിന്റെ ലക്ഷ്യവും നേതൃപാടവവും കുട്ടികളിൽ വളർത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച തിരഞ്ഞെടുപ്പിന് സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് സാജിദ റസാഖ്, സെക്കൻഡറി വിഭാഗം ജൂനിയർ പ്രിൻസിപ്പൽ KR രവ്യ എന്നിവർ നേതൃത്വം വഹിച്ചു. അൻസാർ സ്കൂളിലെ ATL ലാബ് വഴി വിദ്യാർത്ഥികൾ തന്നെ സ്വന്തമായി നിർമ്മിച്ച വോട്ടിംഗ് മെഷീനുകൾ ഉപയോഗിച്ചായിരുന്നു ക്യാമ്പസിൽ വോട്ടെടുപ്പ് നടത്തിയത്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,230 രൂപ, സ്വർണം പവന് 1,05,840 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 235 രൂപ. ചരമം. കേച്ചേരി ആയമുക്ക് രായ്മരക്കാർ കുഞ്ഞാവ മകൻ അബ്ദുൾ ലത്തീഫ് ഹാജി നിര്യാതനായി. 94 വയസ്സായിരുന്നു. സമസ്ത കേരള സുന്നി മഹൽ ഫെഡറേഷൻ കേച്ചേരി റേഞ്ച് ഭാരവാഹിയായും ആയമുക്ക് മഹൽ പ്രസിഡന്റായും ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. ഖബറടക്കം പട്ടിക്കര പള്ളി ഖബർസ്ഥാനിൽ നടത്തി. ഖദീജ ഭാര്യയാണ്. സമീർ, ഫെമിന, ഹസീന, സെറീന എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. വരവൂരിൽ സർക്കാർ സ്കൂളിലെ അധ്യാപകൻ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യൽ സയൻസ് അധ്യാപകനായ മണികണ്ഠനാണ് 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ മർദ്ദിച്ചത്. വിഷയത്തിൽ ഇടപെട്ട് വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ. സംഭവം അന്വേഷിച്ച് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ വകുപ്പ് സെക്രട്ടറിക്കും തൃശൂർ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർക്കും മന്ത്രി നിർദ്ദേശം നൽകി. വടക്കേക്കാട് നായരങ്ങാടി പാലത്തിങ്കൽ ജ്വല്ലറിയിൽ മോഷണ ശ്രമം. പിൻവശത്തെ ചുമർ തുറന്ന് മോഷ്ടാവ് അകത്തുകയറിയെങ്കിലും ലോക്കറിലെ അലാം ശബ്ദിച്ചതിനെ തുടർന്ന് ഓടി രക്ഷപ്പെട്ടു. നിരീക്ഷണ ക്യാമറകളിലെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതം. കടവലൂർ കൊരട്ടിക്കരയിൽ KSRTC ബസ്സിൽ ബൈക്കിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കലുമ്പുറം സ്വദേശി ചീരൻ വീട്ടിൽ മോഹൻ മകൻ 32 വയസ്സുള്ള റോബിനാണ് മരിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏകാദശിയോടനുബന്ധിച്ചു നടത്തുന്ന കോടതി വിളക്ക് എന്ന ചടങ്ങിന് കൂടുതൽ അനുയോജ്യമായ മറ്റൊരു പേര് നൽകുന്നത് പരിഗണിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. കോടതി വിളക്ക് എന്ന പേര് മതാചാരപരമായ ഒരു ചടങ്ങിനുണ്ടാകുന്നത് നീതിന്യായ സംവിധാനത്തിന് പങ്കുണ്ടെന്ന തെറ്റായ ധാരണ പൊതുജനങ്ങളിൽ ഉണ്ടാക്കാൻ ഇടയാക്കുമെന്ന നിരീക്ഷണത്തിലാണ് കോടതി നടപടി. പഴഞ്ഞി ചിറക്കൽ സെന്ററിൽ മധ്യവയസ്കന് ക്രൂരമർദ്ദനം. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ചിറക്കൽ സ്വദേശി 50 വയസ്സുള്ള വനജനെയാണ് പ്രദേശവാസിയായ വിബീഷ് എന്ന യുവാവ് മർദ്ദിച്ചത്. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ 15 നോമ്പും ദേവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളും ഓഗസ്റ്റ് 1 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിലായി ആചരിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവാലയ കമ്മിറ്റി ഭാരവാഹികൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.